ബിരിയാണി റൈസ് ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ പിന്നെ കറിയൊന്നും വേണ്ട കേട്ടോ, ഇങ്ങനെ തന്നെ ഞാൻ കഴിക്കാം. ആദ്യം തന്നെ പൊട്ടറ്റോ ചെറുതായി അരിഞ്ഞ് അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഈ ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് അതിൽ പൊട്ടറ്റോ ഫ്രൈ ചെയ്യാം. ഇനി ആ സെയിം പാനിൽ തന്നെ നെയ്യ് ഒഴിച്ച് അതിൽ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉള്ളി എന്നിവ ചേർക്കാം. ഉപ്പും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് കൂടെ ആഡ് ചെയ്യണം. ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു തക്കാളിയും കൂടെ ആഡ് ചെയ്യാം. ഇനി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി എല്ലാം കൂടെ ഇട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യും. പിന്നെ നമ്മൾ മാറ്റി വെച്ച ആ പൊട്ടറ്റയും കൂടെ ആഡ് ചെയ്യണേ. ഓക്കെ, ഇനി നമുക്ക് വേവിച്ച് വെച്ച റൈസ് ആഡ് ചെയ്യാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. പിന്നെ ഒരു ഫ്ലേവറിന് കുരുമുളക് പൊടിയും ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാവുന്നതാണ്. സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഇനി വേറെ ഒരു കറിയും വേണ്ട കേട്ടോ, ഇതിങ്ങനെ തന്നെ കഴിക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് തൈരോ അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണേ.